ടീച്ചറിന്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. കൂട്ടക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ പഠിക്കാം. റെഡിയല്ലേ? ഓക്കെ, വായോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചിരിക്കുക. ഇതെന്താ? സ്, ഥ. എങ്ങനെയാ? സ്, ഥ. അപ്പൊ എന്താണ്? ഓക്കെ, നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് അധികം വിശാലമായിട്ട് ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നിങ്ങൾക്ക് പരിചയപ്പെട്ടതാണ്. ഇതാണ് സ്, ത, സ്ത. ഇതെങ്ങനെ എഴുതുക? നമ്മള് ഇത് കട്ട് ചെയ്യും, എന്നിട്ട് എന്താണ് ഇവിടെ ഇത് ചേർക്കും. അപ്പൊ ഈ ചന്ദ്രക്കല മാറ്റും. കണ്ടോ? എന്താണിത്? സ്ത. ഓക്കെ, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഏതൊക്കെ അക്ഷരമാണ് ചേർന്നതെന്ന് പറഞ്ഞത് ടീച്ചർ. എന്താ? സയും സായും തായും. ഇത് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെയുള്ള ചന്ദ്രക്കല നമ്മൾ മാറ്റിക്കളഞ്ഞു. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? കണ്ടാ? ഇത് എഴുതി. ഇത്രയും നീളം വേണ്ട, കാണിച്ചു തരാൻ വേണ്ടി എഴുതിയതാണ് ടീച്ചർ. ഓക്കെ, അപ്പൊ എന്താണ്? ഏത് കൂട്ടക്ഷരാണ്? ഉണ്ടാ? അതാണ്. ഏതാന്ന് നോക്കിയാലോ? വാക്കുകൾ നോക്കിയാലോ? ഒന്ന്, എന്താണ്? സ്ഥലം. അല്ലെ? സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്ലേസ്. അല്ലെ? സ്ഥലം, പ്ലേസ്. രണ്ട്, സ്തി. സ്തി. സ്ഥിരം. എന്താണ്? സ്ഥിരം. എന്താണ് സ്ഥിരം? സ്ഥിരമായി, പെർമനന്റ് ആയി. മനസ്സിലായോ? സ്ഥിരമായിട്ട്, പെർമനന്റ് ആയിട്ട്, അല്ലെ എന്നുള്ള അർത്ഥമാണ് സ്ഥിരം. മൂന്നാമത്തത് സ്ഥാനം. അല്ലെ? സ്ഥാനം. എന്താണ്? നമ്മൾ പറയില്ലേ, ഓരോന്നും എടുത്ത സാധനങ്ങള് എടുത്ത സ്ഥാനത്ത് വെക്കണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വീട്ടിലൊക്കെ ഓരോ സാധനങ്ങള് വെക്കുന്നതിന് ഓരോ സ്ഥലം ഉണ്ടാവും. അല്ലെ? ചില സാധനങ്ങൾ അലമാരയുടെ ഉള്ളിലായിരിക്കും, ചിലത് മേശപ്പുറത്തായിരിക്കും, ചിലത് അടുക്കളയിലായിരിക്കും. അല്ലെ? പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ബെഡ്റൂമിൽ കൊണ്ടുവന്ന് വെക്കുവോ? ഇല്ലല്ലോ. അല്ലെ? അപ്പോ എന്താണ്, നമ്മൾ അറിയാതെ എന്തെങ്കിലും സാധനങ്ങൾ എവിടെയും വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളത് ശീലമാക്കിയിട്ടില്ലെങ്കിൽ പേരൻസ് എന്ത് പറയും? എടുത്ത സാധനങ്ങള് അതാത് സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കാൻ പറയും. അല്ലെ? അതാണ് സ്ഥാനം, അതാത് പ്ലേസിൽ. മനസ്സിലായോ? പ്ലേസ്. സ്ഥലം, സ്ഥാനം ഏകദേശം പ്ലേസ് എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ്. ഓക്കെ, അടുത്തത് സ്ഥാപിതം. എന്താണ് സ്ഥാപിതം എന്ന് പറഞ്ഞ? സ്ഥാപിച്ചു. അല്ലെ? പുതുതായിട്ട് ഒന്ന് നിർമ്മിച്ചു. അല്ലെ? അതാണ് സ്ഥാപിതം. സ്ഥാപിതമായി, പുതിയതായിട്ട് ഒരെണ്ണം ഉണ്ടായി. അല്ലെ? ഉണ്ടാക്കിയെടുത്തു. അതാണ് സ്ഥാപിതം എന്ന് പറയുന്നത്. അല്ലെ? എന്തിനെങ്കിലും ഫൗണ്ടേഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അത് സ്ഥാപിച്ചു. ഓക്കെ, ഇതാണ് സ്ഥാപിതം. അപ്പോ സ്ഥലം, സ്ഥിരം, സ്ഥാനം, സ്ഥാപിതം. ഓക്കെ, അപ്പോ ഇതാണ് കിട്ടിയോ? ഇതാണ് നമ്മള് ഈ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കൂട്ടക്ഷരം. മറക്കരുത്. ന്യൂസ് പേപ്പർ എല്ലാ ദിവസവും എത്ര സമയം വായിക്കണം? ന്യൂസ് പേപ്പർ ആണെങ്കിലും സ്റ്റോറി ബുക്ക് ആണെങ്കിലും എത്ര ടൈം വേണം? ഒരു 15 മിനിറ്റ് മസ്റ്റ് ആയിട്ടും വായിക്കണം. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. പേരൻസിനോട് പറയണം ടൈം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അവര് സെറ്റ് ചെയ്ത് തരും. ആ ടൈം നിങ്ങൾ നന്നായിട്ട് ഉപയോഗപ്രദമാക്കുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്ദി, ശുഭദിനം, ബൈ.